വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 148 ദൈവത്തെ സ്തുതിക്കാൻ ആകാശവും ഭൂമിയും സകല സൃഷ്ടികളും ചേർന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കണമെന്ന് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും ഉന്നതമാണ്. സങ്കീർത്തനം 148 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സങ്കീർത്തനം 149 ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ആഹ്വാനവും ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുകയും അവർക്കായി നീതി നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രഖ്യാപനവുമാണ്. ഭക്തന്മാർക്ക് സന്തോഷം, ഉല്ലാസം, ദൈവിക ശക്തി, പ്രത്യാശ എന്നിവ നൽകുന്ന ഒരു സങ്കീർത്തനമാണിത്. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ഠങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവർ ഇരുവായ തലയുള്ള വാൾ കയ്യിലേന്തട്ടെ. 149 സങ്കീർത്തനം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. സങ്കീർത്തന പുസ്തകത്തിലെ അവസാനത്തേതായ 150 സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സമാപന ഗീതമാണ്. എല്ലാ ജീവജാലങ്ങളും സംഗീതോപകരണങ്ങളോടും ദൈവത്തെ സ്തുതിക്കണമെന്ന് ഈ സങ്കീർത്തനം ഉത്സാഹത്തോടെ പ്രഖ്യാപിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമ അതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 150 1, 2 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.